നമസ്തേ. എല്ലാ യോഗ അന്വേഷകർക്കും നമസ്കാരം. ഹഠയോഗ പ്രദീപികയുടെ 15ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ധനുരാസനത്തിൻ്റെ രീതിയും പ്രയോജനങ്ങളും മനസ്സിലാക്കി. അതിൻ്റെ അഡ്വാൻസ്ഡ് വേർഷൻസ് നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഹഠയോഗയിൽ തന്നെ ഏറ്റവും ജനപ്രീതി ആർജിച്ച ഏറ്റവും ശക്തമായ ആസനമാണ്. 26ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്ന മത്സ്യേന്ദ്രാസനം, 27ാമത്തെ ശ്ലോകത്തിൽ അതിൻ്റെ ഫലങ്ങളും വിവരിക്കുന്നു. നാഥ യോഗിമാരുടെ പരമ്പരയിലെ മഹാനായ ഗുരുവാണ് മത്സ്യേന്ദ്രനാഥൻ. അദ്ദേഹം രൂപകൽപ്പന ചെയ്ത ആസനമാണ് മത്സ്യേന്ദ്രാസനം. നമ്മുടെ നട്ടെല്ലിന് വശങ്ങളിലേക്ക് തിരിവ്, സ്പൈനൽ ട്വിസ്റ്റിംഗ് നൽകുന്ന ഒരാസനമാണ്. സുഷുമ്ന നാഡിയും കുണ്ടലിനി ശക്തിയെയും ഉണർത്താൻ ഇത് സഹായിക്കും. നടുവേദന ഉള്ളവർക്ക് ഭുജംഗാസനമൊക്കെ ചെയ്ത് നടുവേദന കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഈ ആസനം ചെയ്യാം. കൂടുതലായി ബൈക്ക് യാത്ര ചെയ്യുന്നവർ ഈ ആസനം ചെയ്യേണ്ടത് അത്യാവശ്യം. നട്ടലിന് നല്ല ഒരു ട്വിസ്റ്റിംഗ് കിട്ടുന്ന ഒരാസനമാണ് മത്സ്യേന്ദ്രാസനം. ഈ ആസനത്തെ പരമ്പരാഗത രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് സ്വാത്മാരാമൻ വിവരിക്കുന്ന 25ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. ശ്ലോകം 25. വാമോരു മൂലാർപ്പിത ദക്ഷപാദം ജാനോർബഹിസ്ഥാപിത വാമപാദം ഗൃഹീത്വ തിഷ്ഠോത് പരിവർത്തിതാംഗ ശ്രീ മത്സ്യേന്ദ്രനാഥോദിതം ആസനം തത്. വാമോരു മൂലാർപ്പിത ദക്ഷപാദം, വലത് കാൽപാദം ഇടത് തുടയുടെ മുകളിലായി വെക്കുക. ഇടത് തുടയുടെ വാമ ഊരു മൂലം എന്നാണ് തുടയുടെ മൂലഭാഗം, പത്മാസനത്തിൽ ഇരിക്കുന്നത് പോലെ ഇങ്ങനെ വെക്കും. ഇനി ഇടത് കാൽ ജാനൂർ ബഹിസ്ഥാപിത വാമപാദം. ഇനി ഇടത് കാൽ മടക്കി ഇടത് കാൽപാദം വലത് കാൽമുട്ടിന് പുറത്തായി ഇങ്ങനെ ഉറപ്പിച്ചു. ഇങ്ങനെ ഉറപ്പിച്ചു. ഗൃഹീത്വ തിഷ്ഠേത് പരിവർത്തിതാംഗ. ഇങ്ങനെ വെച്ചതിന് ശേഷം കൈകൾ കൊണ്ട് കാൽ വിരലുകളിൽ നന്നായി പിടിച്ചു ഇതിനെ പിടിച്ചു വിടും. ശരിക്കും ഇത് പിടിക്കേണ്ടത് കൈകൾ ഇപ്പുറം കൊണ്ടുപോയി ഈ കൈ കൊണ്ടാണ് ഈ കാല് പിടിക്കേണ്ടത്. അതെനിക്കാവില്ല. ഇങ്ങനെ കായ് ഇതിൽ കൂടി കൊണ്ടുപോയി ഇങ്ങനെ വെച്ചതിന് ശേഷം മുട്ടിൻ്റെ അടുത്ത് വെക്കുക. എന്നിട്ട് ഈ കൈ മുട്ടിൻ്റെ അതിൽ കൂടി കൊണ്ടുപോയി നമ്മൾ സാധാരണ മത്സ്യേന്ദ്രാസനം ചെയ്യുന്നത് പോലെ ഈ കാല് പിടിക്കണം. അങ്ങനെ പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് പിന്നിലേക്ക് തിരിയും. ഇതാണ് മത്സ്യേന്ദ്രാസനം. മുൻഭാഗത്ത് നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ചേർത്ത് വെച്ചു. എന്നിട്ട് നമ്മൾ പിന്നിലേക്ക് ചേർത്ത് വെച്ചു പിന്നിലേക്ക് നിവർന്നില്ല. ഇതാണ് സ്വാത്മാരാമൻ വിവരിക്കുന്ന മത്സ്യേന്ദ്രാസന വിധാനം. ഇതില് വലത് കാൽമുട്ട് ഇടത് തുടയുടെ മേലെ വെച്ചു, ഇടത് കാൽപാദം വലത് മുട്ടിന്റെ ചേർത്ത് വെച്ചു, അല്ലെങ്കിൽ മുകളിൽ വെച്ചു എന്ന് പറയുന്നത്. അങ്ങനെ മുകളിൽ വെക്കുമ്പോഴേക്ക് ഇത് പത്മാസനം പോലെയാണ്. ഇങ്ങനെ വെച്ചു, എന്നിട്ട് കാലിലെടുത്ത് കുത്തിവെച്ച് ഈ കാല് ഇവിടെ വെക്കണം, ഇതിന്റെ മേലെ വെക്കണം. അപ്പോൾ എന്താവും? പത്മാസനം പോലെ ഈ കാലിങ്ങനെ വെക്കും.
എന്നിട്ട് ഇങ്ങനെ കാല് ചേർത്ത് തറയിൽ. ഇതാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായ ആസനം. ഇതാണ് മത്സ്യേന്ദ്രാസനം. സ്പൈനൽ ട്വിസ്റ്റ് നന്നായിട്ട് കിട്ടും. ഇത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് ഞാൻ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ ഇന്ന് ചെയ്യുന്ന രീതിയിലുള്ള മത്സ്യേന്ദ്രാസനം, അതിനെ അർദ്ധ മത്സ്യേന്ദ്രാസനം എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മൾ സാധാരണ ഇന്ന് ചെയ്യുന്നത്. ഇതിൽ കാല് മടക്കി വെക്കുന്നതിന് പകരം വലതുകാൽ മടക്കി അതിന്റെ മടമ്പ് ഇടത് ഇടമ്പത്തിന് ചേർത്ത് പോകും. എന്നിട്ട് ഇടതുകാൽ വലത് കാൽമുട്ടിന് പുറത്തായി. ഇതാണ് ഇരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ചേർത്ത് വെച്ചു. എന്നിട്ട് കൈ കൊണ്ട് ചുറ്റി കാല് പിടിക്കും. പിന്നിലേക്ക് ബാക്കിലേക്ക് പോയി ഇതാണ് മത്സ്യേന്ദ്രാസനം എന്ന് നമ്മൾ ഇന്ന് പറയുന്ന അർദ്ധ മത്സ്യേന്ദ്രാസനം എന്നാണ് ഇതിന്റെ. മറ്റേതിന്റെ അതേ ഗുണങ്ങൾ കിട്ടും. കാല് തുടയുടെ മേലെ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ടൈറ്റ്നസ് കുറച്ച് കുറയുമെങ്കിലും ബാക്കി മത്സ്യേന്ദ്രാസനത്തിന്റെ എല്ലാ ഗുണങ്ങളും ഇതിന് കിട്ടും. ഇടുപ്പിന് നട്ടലിന് ഒക്കെ നല്ല ട്വിസ്റ്റിങ് കിട്ടും. ഇത് ഷുഗർ പേഷ്യൻസിന് ഏറ്റവും നല്ലൊരു ആസനമാണ്. ഈ പാൻക്രിയാസിന് നല്ല ഒരു മസാജ് ഈ ആസനം ചെയ്യുമ്പോൾ ആ പോസ്റ്ററിൽ ഇരുന്നുകൊണ്ട് സ്വാഭാവികമായിട്ടുള്ള ബ്രീത്തിങ് നടത്തുക. അപ്പോഴേക്ക് നമുക്ക് ഈ അബ്ഡമൻ ഏരിയയിൽ ഉണ്ടാകുന്ന മസാജ് കൃത്യമായിട്ടും അറിയണം. പാൻക്രിയാസ് ഒക്കെ നോർമലായി പ്രവർത്തിക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. അങ്ങനെ ഒരു 5 or 10 പ്രാവശ്യം ഒരു ഭാഗത്ത് ഒരു ആസനത്തിൽ ഇരുന്ന് ഒരു 5 ബ്രീത്ത് എങ്കിലും ചെയ്യണം. അങ്ങനെ ഒരു 5 or 10 പ്രാവശ്യം ഇത് ചെയ്തു കഴിഞ്ഞാൽ ഷുഗർ സാധാരണ നിലയിലേക്ക്. ഇനി നിലത്തിരുന്ന് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ, അവർക്ക് കസേര വെച്ചിട്ട് ഇത് ചെയ്യും. കസേരയിൽ ഇരിക്കും. കാലമർത്തി വെച്ച് ഇരുന്നിട്ട്, കസേരയാണെന്ന് വിചാരിക്കണം, കസേരയിൽ ഇരുന്നിട്ട് നേരെ പിടിക്കും. ഇത് മത്സ്യേന്ദ്രാസനം ഇങ്ങനെ ഇരുന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ, കാൽമുട്ട് വേദന ഒക്കെ ഉള്ളവർക്ക്, പ്രായമായവർക്ക്, എൻ്റെ പ്രായമായവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ഉണ്ട്. അതിൽ ഈ മത്സ്യേന്ദ്രാസനം വളരെ കൃത്യമായിട്ട് വിവരിച്ചിട്ടുണ്ട്. ചെയറിലിരുന്നു കൊണ്ട് നമ്മൾക്കത് ചെയ്യാം. ഈ മത്സ്യേന്ദ്രാസനത്തിൻ്റെ തന്നെ മറ്റൊരു വകഭേദമാണ് മാരീചാസനം. ഒരു കാൽ മുന്നോട്ടിലേക്ക് നീട്ടി വെച്ച് മറ്റേ കാൽ മടക്കി പാദതലം നിതംബത്തോട് ചേർത്ത് തറയിൽ വീഴും. നമ്മൾ വക്രാസനം ചെയ്യുന്ന സമയത്ത് ഇവിടെയാണ് കാല് വെക്കുന്നത്. മാരീചാസനം ആകുമ്പോഴത്തേക്ക് കുറെ കൂടി പിന്നിലേക്ക് ഇങ്ങനെ മാക്സിമം ബാക്ക് എന്ന് വെച്ചാൽ ഈ വയറിന് മസാജ് കിട്ടണം. എന്നിട്ട് കാലെന്ത് ചെയ്യുക? നേരത്തെ ചെയ്ത പോലെ കാല് പിടിക്കുക. പിന്നിലേക്ക് ഇവിടെ പിടിക്കുന്നു. പിന്നീട് കാല് ചേർത്ത് വെച്ച് വക്രാസനത്തിലേക്ക് ചെയ്യുന്നത് പോലെ കാല് പിടിച്ച് തിരിച്ച് ഇവിടെ പിടിച്ച് പിന്നിലേക്ക് തിരിയുന്നു. ഇതും
മത്സ്യേന്ദ്രാസനത്തിന്റെ ഒരു വകഭേദമാണ്. അത് മാരീചാസനം എന്നാണ് പറയുക. മറ്റേത് വക്രാസനം. കാല് നീട്ടി വെച്ചു, മുട്ടിന്റെ അടുത്ത് കാല് വെച്ചു, കൈ കൊണ്ടുവന്ന് കൈ നീട്ടി റിലീസ് ചെയ്യും. കൈ നീട്ടിവെക്കുന്നത് ബാലൻസിങ്ങിന് വേണ്ടിയിട്ടാണ്. മത്സ്യേന്ദ്രാസനത്തിലും കൈ നീട്ടി തറയിൽ കുത്തി വെക്കാം. ബാലൻസ് ആയതിനു ശേഷം കൈ പിന്നിലേക്ക് വെക്കാം. അപ്പൊ കുറെ കൂടി സക്ഷനെയും കിട്ടും. ഈ മത്സ്യേന്ദ്രാസനത്തിന്റെ പൂർണ്ണമായ പ്രയോജനം ലഭിക്കണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ആസനത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ നോർമൽ ബ്രീത്ത് ചെയ്യണം. ശരീരത്തിന്റെ വശങ്ങളിലേക്ക് തിരിയുമ്പോൾ അടിവയറ്റിൽ കൂടുതൽ ശ്രദ്ധിക്കണം. നട്ടെല്ല് വളഞ്ഞു പോകാതെ നോക്കാൻ നിവർന്ന് തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കണം. പാൻക്രിയാസിൽ കൂടുതൽ ശ്രദ്ധിക്കണം. സുഷുമ്നാ നാഡിയിലൂടെയുള്ള പ്രാണപ്രവാഹം കുണ്ടലിനി ഉണർവും സാധ്യമാകും. അതിലേക്ക് ശ്രദ്ധിക്കണം. അത്രയും മേഖലകളിൽ ഈ ട്വിസ്റ്റിംഗ് സംഭവിക്കുന്നുണ്ട്. അതിലൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാൻ. തുടക്കക്കാർ മുൻപ് പറഞ്ഞ അർദ്ധ മത്സ്യേന്ദ്രാസനത്തിലൂടെ ആരംഭിക്കുക. കൈ പിന്നിൽ കുത്തി ബാലൻസ് ചെയ്യുക. അതിനുശേഷം കൈ റിലീസ് ചെയ്ത് കൈ ഈ സൈഡിലേക്ക് കൊണ്ടുവരിക. ഇതിൽ തന്നെ ഇനിയും അഡ്വാൻസ്ഡ് ആസനങ്ങൾ ഉണ്ട് മത്സ്യേന്ദ്രാസനത്തിൽ തന്നെ. ഇങ്ങനെ കൈ കൊണ്ടുവന്ന് ഈ കൈ ഇതിൻ്റെ ഉള്ളിൽ കൂടി കൊണ്ടുവന്നിട്ട് ബാക്കിൽ കൂടി കൊണ്ടുപോയി പിടിക്കും. ഇത് കുറെ കൂടി ടൈറ്റ് ആവും. ഇങ്ങനെ പിടിച്ച് കൈ ഉള്ളിൽ പിടിക്കും. എന്നിട്ട് ഈ കൈ കൊണ്ടുവന്നിട്ട് ഇതിന്റെ ഒരു അഡ്വാൻസ്ഡ് രീതിയാണ്. അതേപോലെ തന്നെ കൈ പുറത്തുകൂടി കൊണ്ടുവന്നു ബാക്കിൽ കൂടി കൊണ്ടുപോയി പിടിച്ച് കാൽമുട്ടിൽ, ഇതും അതിന്റെ ഒരു അഡ്വാൻസ്ഡ് രീതിയാണ്. മറ്റൊന്ന് മത്സ്യേന്ദ്രാസനത്തിൽ പറഞ്ഞ പോലെ കാല് മടക്കി വെച്ച് ഇങ്ങനെ ചേർത്ത് വെച്ചതിന് ശേഷം കൈ പിന്നിലേക്ക് കൂടി കൊണ്ടുപോയി പിടിച്ച് പിന്നിലേക്ക് കിടക്കും. അപ്പോൾ അങ്ങനെ കിടക്കുന്ന സമയത്തൊക്കെ ഈ ഉപ്പൂറ്റി ശരിക്കും വയറിലേക്ക് സ്പർശിക്കും. പാൻക്രിയാസിലേക്ക് കിട്ടണമെങ്കിൽ ഈ സൈഡ് അതേപോലെ തന്നെ ചെയ്ത് കൈ പിന്നിൽ കൂടി കൊണ്ടുപോയി പിടി എന്നിട്ട് മുന്നിലേക്ക്. ഓക്കെ, ഇതിന്റെ വേരിയേഷൻസ് ആണ്. പറ്റുന്നവർ ആവുന്നത് പോലെ ചെയ്യാം. സ്ഥിരമായിട്ടൊന്ന് തന്നെ പരിശീലിച്ച് തന്നു കഴിഞ്ഞാൽ നമുക്കിത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്ത ശ്ലോകം മത്സ്യേന്ദ്രാസനത്തിന്റെ ഫലം പറയുന്നതാണ്. അടുത്ത ശ്ലോകം, ശ്ലോകം 28. മത്സ്യേന്ദ്രപീഠം ജഠരപ്രദീപ്തം പ്രചണ്ഡ രോഗമണ്ഡല ഖണ്ഡനാസ്ത്രം അഭ്യസ്ത കുണ്ടലീ പ്രബോധം ചന്ദ്രസ്ഥിരത്വം ച ഗതാദി പുംസാം. മത്സ്യേന്ദ്രപീഠം അഭ്യസത, മത്സ്യേന്ദ്രാസനം നിരന്തരമായി പരിശീലിക്കുന്നത് വഴി ജഠരപ്രദീപ്തം, നട്ടല് തിരിയുമ്പോൾ അടിവയറ്റിലെ അവയവങ്ങളിലേക്ക് വലിയ തോതിൽ രക്തപ്രവാഹം ഉണ്ടാവും. ഇത് ദഹനരസങ്ങളുടെ ഉത്പാദനം കൂടും. ജഠരപ്രദീപ്തം മന്ദഗതിയിലായ ദഹന പ്രക്രിയയെ ശക്തമാക്കും. പ്രചണ്ഡ രോഗമണ്ഡല നാശം, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന ഡയബറ്റിസ്, ഫാറ്റി ലിവർ, മലബന്ധം, ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ, വിട്ടുമാറാത്ത നടുവേദന എന്നിവയ്ക്കുള്ള അതാണ് പ്രചണ്ഡ രോഗമണ്ഡലം എന്നാണ്. വളരെ ശക്തമായ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള രോഗമണ്ഡലം, രോഗങ്ങളെ, ഈ പറയുന്ന രോഗങ്ങളെയൊക്കെ എന്ത് ചെയ്യും? മാറ്റിയിടും. കൃത്യമായ തെറാപ്പിക് ആസനമാണ് രോഗങ്ങളെ വേരോടെ പിഴുതെറിയാൻ ഇതിന് സാധിക്കും. സ്വസ്ഥത, സ്വസ്ഥവൃത്തി നിലനിർത്തിക്കൊണ്ട്
പോവുകയും ചെയ്യും. കുണ്ടലിനി പ്രബോധവും ചന്ദ്രസ്ഥിരത്വവും ഇതിൽ പറയുന്നതാണ്. ഊർജതന്ത്ര പ്രകാരം നമ്മുടെ തലച്ചോറിലെ സഹസ്രാര ചക്രത്തിലുള്ള ചന്ദ്രമണ്ഡലത്തിൽ നിന്നും അമൃത് എപ്പോഴും താഴേക്ക് ഒഴുകി പോകുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മത്സ്യേന്ദ്രാസനം ചെയ്യുമ്പോൾ പ്രാണൻ സുഷുമ്നയിലേക്ക് പ്രവേശിക്കുകയും ഊർജം മുകളിലേക്ക് ഉയരുകയും ചന്ദ്രമണ്ഡലം സ്ഥിരമാവുകയും ചെയ്യും. ഇതുവഴി വാർദ്ധക്യം തടയാം, ദീർഘായുസ് നേടും. അതിനൊക്കെ ഈ മത്സ്യേന്ദ്രാസനം പരിശീലിച്ചു. ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ, സാധാരണ ആസനങ്ങളിൽ നട്ടെല്ല് മുന്നോട്ടോ പിറകോട്ടോ ആണ് വളയുന്നത്. എന്നാൽ ഇവിടെ നട്ടെല്ല് ഒന്ന് തിരിഞ്ഞു വരും. ഇത് നാഡി ഞരമ്പുകളെ ഉത്തേജിപ്പിക്കും, നട്ടെല്ലിന് നല്ല യുവത്വം നൽകും. മറ്റൊന്ന് ഡയബറ്റിസ് ആണ്. ശരീരം വശങ്ങളിലേക്ക് തിരിയുമ്പോൾ അടിവയറ്റിലെ അവയവങ്ങൾ, പ്രത്യേകിച്ച് പാൻക്രിയാസ്, ലിവർ എന്നിവ കഠിനമായി മസാജ് ചെയ്യും. ഇത് ഇൻസുലിൻ്റെ ഉൽപ്പാദനം കൂട്ടാൻ സഹായിക്കും. അതുപോലെ ഫാറ്റി ലിവർ തീർച്ചയായും കുറഞ്ഞു വരും. ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പൊങ്ങി കാണും, അതൊക്കെ കുറഞ്ഞു വരും ഈ മത്സ്യേന്ദ്രാസനം ചെയ്താൽ. അതുപോലെ മണിപൂരക ചക്രം നമ്മുടെ ജഠരാഗ്നിയെ ജ്വലിപ്പിക്കും. ഭയങ്കര വിശപ്പൊക്കെ ഉണ്ടാവും. നാഭീചക്രമായ മണിപൂരത്തെ ഉയർത്തും, അതിനെ ഉണർത്തും. പ്രാണശക്തിയെ ശരീരത്തിൽ ഉടനീളം, ഇവിടെ സമാനൻ, അപാനൻ, വ്യാനൻ ഇവയൊക്കെ സമീകരിച്ച് കൊണ്ടുപോകാൻ ഇതിനെ സഹായിക്കും. അങ്ങനെ ആ ഹഠയോഗത്തിലെ രോഗനാശകമായ ഏറ്റവും മികച്ച ആസനങ്ങളിൽ ഒന്നാണ് ഈ മത്സ്യേന്ദ്രാസനം. അതിൻ്റെ ഒരുപാട് വകഭേദങ്ങൾ നിങ്ങൾ കണ്ടു. ശരീരത്തെ ബാധിക്കുന്ന മാരകമായ രോഗങ്ങളെ ഇല്ലാതാക്കാനുള്ളൊരു ദിവ്യാസ്ത്രമാണ്. ദിവസവും യോഗാസനത്തിൽ ഈ മത്സ്യേന്ദ്രാസനം അതിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ലെവൽ ഒരു 5 or 10 പ്രാവശ്യം ഒരു പോസിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 5 ബ്രീത്തെങ്കിലും അവിടെ നിൽക്കണം. എന്നാൽ ആ മസാജ് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഒരു 5 or 10 തവണ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇരുന്ന് ചെയ്യാൻ പറ്റാത്തവർ ചെയറിൽ ഇരുന്ന് അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അടുത്ത എപ്പിസോഡ് ഹഠയോഗത്തിലെ 9ാമത്തെ ആസനവും നട്ടെല്ലിന് മുന്നോട്ട് വലിഞ്ഞ് കഠിനമായ സ്ട്രെച്ചിങ് നൽകുന്ന പശ്ചിമോത്താനാസനം, പശ്ചിമദാസനം പറയും. അതിനെക്കുറിച്ച് വിവരിക്കുന്ന 28ാമത്തെയും 29ാമത്തെയും ശ്ലോകങ്ങളിലേക്ക് നമുക്ക് കടക്കാം. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കണം. നന്നായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമസ്തേ.